നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈകൊണ്ട് ചെയ്ത ഒരു കൊലപാതകം, പക്ഷേ സ്വന്തം നാവ് തന്നെ ചതിച്ചു. ഗുരുവായൂരിൽ 65 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേലക്കര സ്വദേശിനി സെന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. 65 വയസ്സാണ് പ്രായം. സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ സ്വദേശിയായ സുരേഷ് കുമാറിനെയും ഇയാളുടെ കൂട്ടാളിയെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഗുരുവായൂരിലെ ഒരു വാടക വീട്ടിൽ അവിടുത്തെ കിണറ്റിൽ നിന്നും സെന്താനവല്ലിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. പ്രതിയായ സുരേഷ് കുമാർ ഗുരുവായൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഇന്നലെ രാത്രിയാണ് സെന്താനവല്ലിയെ കൂട്ടിക്കൊണ്ടുവന്നത്. തുടർന്ന് പ്രതി ഇവർക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് മുതിരുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഇവർക്കിടയിൽ കടുത്ത തർക്കമുണ്ടാവുകയുമായിരുന്നു. തർക്കം രൂക്ഷമായതോടെയാണ് പ്രതികൾ സെന്താനവല്ലിയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തത്. ഇവരുടെ ആക്രമണത്തിൽ വയോധിക ബോധരഹിതയായി വീണതോടെ ഇവർ മരിച്ചെന്ന് പ്രതികൾ ഉറപ്പിച്ചു. തുടർന്ന് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 65-കാരിയുടെ ശരീരമെടുത്ത് വീട്ടുപറമ്പിലെ കിണറ്റിലേക്ക് തള്ളുകയായിരുന്നു. എന്നാൽ കിണറ്റിൽ വീഴുമ്പോൾ ഇവർക്ക് ജീവനുണ്ടായിരുന്നോ അതോ അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ആരും അറിയാതെ പോകുമായിരുന്ന ഈ ക്രൂര കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് പ്രതിയുടെ തന്നെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലിലൂടെയാണ്. കൊലപാതകമൊക്കെ നടത്തി ആർക്കും ഒരു സംശയവുമില്ല. കൊലപാതകത്തിന് ശേഷം മറ്റ് സുഹൃത്തുക്കളോടൊപ്പം പ്രതി നടത്തിയ ഒരു മദ്യപാന സദസ്സിനിടയിൽ താൻ ഒരു സ്ത്രീയെ കൊന്ന് കിണറ്റിലിട്ടു എന്ന കാര്യം സുരേഷ് കുമാർ വെളിപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിൽ പ്രതി നടത്തിയ ഈ രഹസ്യ പ്രസ്താവനയാണ് പിന്നീട് പോലീസിന്റെ ചെവിയിലെത്തുകയും പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ച് പ്രതികളെ വലയിലാക്കുകയുമായിരുന്നു. തുടർന്ന് പ്രതിയുമായി വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്താനായത്. സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും വയോധികയെ പ്രതിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്. കാരണം ഈ വാടക വീട്ടിലേക്കാണ് ഈ പറയുന്ന വയോധികയെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പ്രതിയുമായിട്ട് മുൻപരിചയമുണ്ടോ, എന്തടിസ്ഥാനത്തിലാണ് ഇവരിവിടെ എത്തിയത്, അതോ ഏതെങ്കിലും രീതിയിൽ ഇവരെ തട്ടിക്കൊണ്ട് വരികയോ മറ്റുമായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയണം. മാത്രമല്ല ഈ കൊല്ലപ്പെട്ടിട്ടുള്ള 65-കാരിയുടെ മറ്റ് കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇവർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്, ഇവർക്ക് മറ്റു ബന്ധുക്കളോ മറ്റുമില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. പലപ്പോഴും ഇത്തരത്തിൽ വർഷങ്ങളോളം പല രഹസ്യങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിച്ച് അബദ്ധത്തിൽ അത് ആരോടെങ്കിലും പറഞ്ഞ് പിന്നീട് അത്തരത്തിൽ തെളിഞ്ഞിട്ടുള്ള ധാരാളം കേസുകളുണ്ട്, അല്ലെങ്കിൽ പുറലോകം അറിഞ്ഞിട്ടുള്ള ധാരാളം കൊലപാതക വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവർ അന്ന് മദ്യപാന സദസ്സിനിടെ അബദ്ധത്തിൽ ഈ പ്രതിയുടെ വായിൽ നിന്ന് ഈ കാര്യം പുറത്തു വന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ആരും അറിയപ്പെടാതെ പോകുമായിരുന്നു. ഏതായാലും കൃത്യമായിട്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ.